ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ഒരു സ്പെഷ്യൽ പോസ്റ്റാണ് കേട്ടോ. വെജിറ്റേറിയൻസിനൊക്കെ മുട്ട കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും വെജിറ്റേറിയൻസിനും ഒക്കെ ഉള്ള ഒരു ഫുഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളുകൊണ്ട് ഒത്തിരിയും പേര് ചോദിക്കുന്നതാണ് മുട്ട കഴിക്കാറില്ല, ഇതിന് ബദലായിട്ട് എന്താ കഴിക്കണ്ടേന്ന് ചോദിച്ച് ഞാൻ അതിനൊക്കെ റിപ്ലൈ അയച്ചിട്ടുണ്ട്. പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സൂപ്പർ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, അത് കീൻവ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. നമ്മളിപ്പോൾ ഓട്സ് കഴിക്കുന്ന കൂട്ട്, അതുപോലെ ചാമരി കഴിക്കുന്ന കൂട്ട്, റാഗി കഴിക്കുന്ന കൂട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കീൻവ. കെനോവ എന്നും ഇതിന് ഒരു പ്രൊനൗൺസിയേഷൻ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്നോ, ഇതിൽ 9 തരത്തിലുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നിറയെ പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഈ മുട്ട കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഈ കീൻവ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ മസിൽ ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും, വിശപ്പ് കുറയ്ക്കുന്നതിനും എല്ലാം നമ്മൾ എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് മുട്ട കഴിക്കുന്നത്, ആ എല്ലാ ഗുണങ്ങളും ഈ കീൻവ നമ്മൾ കഴിച്ചാൽ കിട്ടും. അതാണ് കീൻവയുടെ ഗുണം കേട്ടോ. സൂപ്പർ ഫുഡ് എന്നാണ് ഇതിനെ പറയുന്നത് തന്നെ. അപ്പം ഇത് പല വെറൈറ്റി ഉണ്ട്, പല കളറിൽ നമുക്ക് കിട്ടുവേ. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വൈറ്റ്, റെഡ്, ബ്ലാക്ക് അങ്ങനെയുള്ള കളറിലൊക്കെയാണ് കോമൺ ആയിട്ട് ഇത് നമ്മൾ വാങ്ങുന്നത്. ഇതിൽ വൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഈ റെഡൊക്കെ അതിൻ്റെ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. റെഡിലും ബ്ലാക്കിലും ഒക്കെ ടേസ്റ്റ് വൈറ്റിലാണ്. അപ്പം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങുക. അപ്പം നമ്മൾ ഇത് എല്ലാ ഭക്ഷണത്തിനും നമ്മൾ ഇപ്പോൾ റാഗി പുട്ടുണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചാമരി കഞ്ഞി കുടിക്കുന്നുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെയൊക്കെ തന്നെ ഈ കീൻവ നമുക്ക് ഉപയോഗിച്ച് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം, ഉച്ചഭക്ഷണം ഉണ്ടാക്കാം, സൈഡ് ഡിഷ് ഉണ്ടാക്കാം, സാലഡിലും സൂപ്പിലൊക്കെ കൊഴുപ്പ് ഉണ്ടാവാൻ വേണ്ടി നമുക്ക് ചേർക്കാം, പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. അതാണ് ഈ കീൻവയുടെ ഏറ്റവും വലിയ ഗുണം. പിന്നെയും ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അത് എടുത്തു പറയാൻ സിങ്ക് ഉണ്ട്, ഫൊളേറ്റ് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, B6 ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, മാഗ്നീസ് ഉണ്ട്, ഫോസ്ഫറസ്, പിന്നെ തയാമിൻ ഒക്കെ തുടങ്ങി ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിലുപരി നിറയെ ഫൈബറുണ്ട്. അപ്പോൾ ഈ ഫൈബർ ഉള്ളതിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മുടെ വിശപ്പ് കുറയും ഇത് കഴിക്കുമ്പോൾ. വിശപ്പ് കുറയുമ്പോൾ എന്താ, നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കഴിക്കാം. പിന്നെ ഗോതമ്പ് ചിലവർക്ക് അലർജിയാണല്ലോ, ഗ്ലൂട്ടൻ ഫ്രീ ആണിത്. അതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും ഇത് കഴിക്കാം. പിന്നെ നമ്മൾ ഈ ഓട്സ്, അതുപോലെ മറ്റുള്ള പിന്നെ ചെറുധാന്യങ്ങളൊക്കെ കഴിച്ച്, മില്ലറ്റ്സ് ഒക്കെ കഴിച്ച് നമുക്ക് ഇങ്ങനെ അത് ഇഷ്ടപ്പെടാണ്ട് വരുമല്ലോ കുറച്ച് ആൾ കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ഇത് കഴിക്കാം കേട്ടോ. പിന്നെ റൈസിന് പകരം ഇപ്പം ചിലർ ചോറ് കുറച്ച് കഴിക്കുള്ളൂ. ചോറിന് പകരം ഇപ്പം നമ്മൾ മില്ലറ്റ്സ് കഴിക്കണ കൂട്ട് ചോറിന് പകരം നമുക്ക് ഉച്ചഭക്ഷണത്തിൽ കീൻവ കഴിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ, ഇത് ഉണ്ടാക്കുന്നത് നന്നായിട്ട് കഴുകണം. അതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൻ്റെ പിന്നെ ആവരണത്തിൽ ചില വിഷാംശങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. 2-3 പ്രാവശ്യം ഇത് കഴുകിയിട്ട് വേണം നമ്മൾ പാചകം ചെയ്യാൻ. പിന്നെ നമ്മൾ റവയൊക്കെ വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കൂട്ട് ഇത് കഴുകി വറുത്ത് ഇച്ചിരി നെയ്യിലൊക്കെ വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ ചോറ് വെക്കുമ്പോഴും ഒക്കെ നല്ലതാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ, വറുത്തും എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് ആണ് കീൻവ നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കണം. അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. ഇത് ഒഴിച്ചതിന് ശേഷം പറ്റിച്ചെടുക്കണം, അടച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് വെന്ത് കിട്ടും. അത് പറ്റിച്ചിപ്പോൾ ബിരിയാണി ചോറൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ പറ്റിച്ചെടുക്കില്ലേ, ആ രീതിയിൽ നമുക്കിത് ഒരു 1 കപ്പ് കീൻവയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് പറ്റിച്ച് എടുക്കാം. ഇതപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരുന്ന ചോറായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ പറഞ്ഞു കൂട്ട് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, സൈഡ് ഡിഷിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നമ്മൾ എന്തൊക്കെ കഴിക്കുന്നോ, ഇപ്പം നമ്മൾ പിന്നെ പുട്ടുണ്ടാക്കുന്നതും ഇടിയപ്പം പൊടിച്ച ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാം കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാം ഈ കീൻവ വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് പൊടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം.
അപ്പോൾ ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും സൂപ്പർ ഫുഡ് എന്ന് തന്നെ പറയാം. മുട്ടയ്ക്ക് പകരം നമുക്ക് സൂപ്പർ ഫുഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം അത് കീൻവയാണ്. പിന്നെ വേറെ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ എന്താ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് വരാതിരിക്കാൻ, വെയിറ്റ് കൂടാതിരിക്കുന്നതിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നതിനും അതുപോലെ നമ്മുടെ മസിൽസിൻ്റെ ബലം കൂടുന്നതിനും പിന്നെ സ്കിന്നിന് നല്ലതാണ്, നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്. ഇതിലെല്ലാത്തിലുപരി ഗർഭിണികളെ സംബന്ധിച്ച് ഗർഭസ്ഥ ശിശുവിന് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങി കഴിക്കാൻ ശ്രദ്ധിക്കണം. കഴിയുന്നിടത്തോളം ഇപ്പം നമുക്കൊന്ന് ഇടവിട്ട് ഇപ്പോൾ ചാമരി വാങ്ങുന്നവരുണ്ടാവും, റാഗി വാങ്ങുന്നവരുണ്ടാവും, ഓട്സ് വാങ്ങുന്നവർ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ബദലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് കീൻവ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇത് പ്ലാന്റ് ബേസ്ഡ് ഫുഡാണേ. അതുകൊണ്ട് തന്നെ വീഗൻ ആയിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ മറ്റു വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇവർക്ക് കിട്ടും. അതുകൊണ്ട് വീഗൻ ആയിട്ടുള്ളവർക്കും പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള കീൻവ ധൈര്യമായിട്ട് കഴിക്കാം, ഞാൻ ഉറപ്പ് നൽകുന്നു കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ഒത്തിരി റെസിപ്പി കിടപ്പുണ്ടേ. ഇത് നമുക്ക് നിറയെ ഇത് ഉണ്ടാക്കാൻ റെസിപ്പി യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് വെച്ച് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. വെജിറ്റേറിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, വീഗണായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും അറിഞ്ഞോട്ടെ മുട്ടയ്ക്ക് പകരം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ഫുഡാണ് ഇതെന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എൻ്റെ ഈ പോസ്റ്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒത്തിരി പേരുണ്ട് ഇനിയും. തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.